അപ്പുറത്തെ വീട് കാണുന്നത് തിരുവനന്തപുരം ജില്ലയും ഈ വണ്ടി കാണുന്നത് കൊല്ലം ജില്ലയുമാണ്. ഇവിടുത്തെ CITUകാർക്ക് എന്തെങ്കിലും ലോഡ് ഇറക്കേണ്ടി വന്നാൽ ഈ വസ്തുവിൻ്റെ ആധാരം വരെ നമ്മൾ പണയം വെച്ച് കൊടുക്കണം. CITU ചുമട്ടുതൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് പ്രിയയ്ക്ക് വളരെ മോശം അനുഭവമാണ് ഉണ്ടായത്. പ്രിയയുടെ വീട് പണി നടക്കുകയായിരുന്നു. ആ സമയത്ത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് രാത്രിയിൽ വീടിന്റെ മുറ്റത്ത് പാകുന്നതിന് വേണ്ടിയുള്ള തറയോടുകളുമായി വണ്ടി എത്തിയത്. പക്ഷേ അമിത കൂലി CITU ചുമട്ടുതൊഴിലാളികൾ ചോദിച്ചതിനെ ചൊല്ലി പിന്നെ അത് തർക്കത്തിൽ കലാശിക്കുകയായിരുന്നു. ഒടുവിൽ 150 തറയോടുകൾ പ്രിയയ്ക്ക് ഒറ്റയ്ക്ക് ഇറക്കേണ്ടി വന്നു. എനിക്ക് ഈ ടെമ്പോ ഇതിനകത്ത് കയറാനൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ അവര് തന്നെ ഇതെല്ലാം പറഞ്ഞു തന്നു. ഞാൻ കയറി പിടിച്ചു നോക്കിയപ്പോൾ അനങ്ങുന്നുണ്ട്. പിന്നെ ഇട്ടു. അപ്പൊ എനിക്ക് ഏറ്റവും വിഷമമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കല്ല് ഒന്നും മീതെ വരുമ്പോഴേക്കും ഇത് പൊട്ടിപ്പോകും. അപ്പം പൊട്ടാതിരിക്കാൻ വേണ്ടി തറയിൽ വീണ കല്ല് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒത്തിരി പേര് ഞങ്ങളെ സ്റ്റാഫ് ഇവിടെ ഉണ്ടായിരുന്നു, ജോലിക്കാർ. അവരോട് പറഞ്ഞു ഒന്നും കല്ലം കൊണ്ട് നീക്കി വെക്കണേന്ന് പറഞ്ഞു. നീക്കി വെക്കാൻ പറഞ്ഞപ്പോൾ ഇവരെല്ലാരും കൂടെ ഒന്ന് തൊടാൻ പറ്റത്തില്ല. തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു പരാതി ലഭിച്ചാൽ നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രിയുടെ ഉറപ്പ്. അധ്യാപിക ഒരു പരാതി തന്നു കഴിഞ്ഞാൽ അന്വേഷണം നടത്തിയിട്ട് അതിൽ പങ്കെടുത്ത തൊഴിലാളികളുടെ കാർഡ് ക്യാൻസലാക്കും. പക്ഷേ പ്രിയ പറഞ്ഞതെല്ലാം നിഷേധിക്കുകയാണ് CITU നേതൃത്വം. ബംഗാളിൽ വന്നിട്ട് ഇറക്കാൻ വന്നോ, ബംഗാളിയുടെ അടുത്ത് ഇറക്കാൻ പറ്റത്തില്ല എന്ന നിലയിൽ തന്നെയാണ് അഭിപ്രായം പറയുന്നത്. ബംഗാളിൽ ഇറക്കണ്ട, ഇത് ഇവിടെ തൊഴിലാളികളുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ വീടിനകത്ത് കയറ്റിയിട്ടുള്ള നിയമം അനുസരിച്ച് നിങ്ങളെ വീട്ടുകാർക്ക് ലോഡ് ഇറക്കാം എന്ന് പറയുന്നു. പ്രിയകാർ ലോഡ് ഇറക്കും. പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ചുമട്ടുതൊഴിലാളികൾക്കെതിരെ ഇത്തരം പരാതികൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഗൗരവമുള്ള സംഭവമാണ്. അതിൽ നടപടി ഉണ്ടാകേണ്ടതാണ്. TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.